ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ബാലി യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണെന്ന്. സോ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ സെൻട്രൽ ബാലിയിലെത്തി. അവിടെ ഒരു ഹോം സ്റ്റേ ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. ഉച്ചക്കലത്തെ ആഹാരമൊക്കെ കഴിച്ച് അതിനുശേഷം നല്ലൊരു സ്കൂട്ടർ സെലക്ട് ചെയ്തു. ബാക്കിയുള്ള ദിവസം ഞങ്ങൾ നല്ലതുപോലെ റെസ്റ്റ് എടുത്തു. ഏർലി മോർണിംഗ് രാവിലെ ഒരു 4:30-5 മണിയായപ്പോൾ ഞങ്ങളുടെ ഡേ 2 സ്റ്റാർട്ട് ചെയ്തു. സോ ഇതാണ് നമ്മുടെ സെൻട്രൽ ബാലി ടു നോർത്ത് ബാലി മാപ്പാണ്. ഇതിൽ ഏകദേശം 150-160 കിലോമീറ്ററോളം സ്കൂട്ടർ റൈഡ് വരുന്നുണ്ട്. തിരിച്ച് നമുക്ക് നൈറ്റോട് കൂടി സെൻട്രൽ ബാലിയിലെത്തണം. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഏരിയാസ് എല്ലാം നമ്മൾ കവർ ചെയ്തു. ആൻഡ് ബാലി ഈസ് എ ബിഗ് ടൂറിസ്റ്റ് പ്ലേസ്. സോ അത്യാവശ്യം ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ യാത്ര തുടരാൻ ശ്രമിക്കുക. കാരണം അതിനുശേഷം ഭയങ്കര ക്രൗഡായിരിക്കും. അതേപോലെ തന്നെ ഞങ്ങൾ ഈ ബാലി യാത്രയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഏർലി മോർണിംഗ് ഉള്ള സ്കൂട്ടർ റൈഡ്സാണ്. കാരണം ഈ ഒരു ഹിൽ സൈഡിൽ കൂടെ ഉള്ള റൈഡ്, എസ്പെഷ്യലി ഇഫ് യു ആർ ഗോയിങ് ടു നോർത്ത് ബാലി, ഒരു ഇമ്പോർട്ടൻറ്റ് ഹിൽ ചുറ്റിയായിരിക്കും ഈ റോഡ്സുകളെല്ലാം ഉള്ളത്. അപ്പം ഈ ഒരു തണുപ്പും ആ രാവിലെയുള്ള സൺറൈസും കണ്ടിട്ടുള്ള ഒരു ഏർലി മോർണിംഗ് റൈഡ് ഭയങ്കര മെമ്മറബിളായിട്ടൊരു റൈഡ് തന്നെയാണ്. പിന്നെ അത്യാവശ്യം ഫാമിലിയായിട്ട് പോകുന്നവരാണ്, കിഡുമായിട്ട് പോകുന്നവരാണെങ്കിൽ നല്ലൊരു സ്കൂട്ടർ തന്നെ സെലക്ട് ചെയ്യുക. നല്ല പവറുള്ള, നല്ല കയറ്റം ഇറക്കമുള്ള സ്ഥലം തന്നെയാണ് ബാലി. ക്ലൈമറ്റും അതേപോലെ, ഇപ്പോൾ രാവിലെ വെയിലാണെങ്കിൽ വൈകിട്ട് ചൂടാവും, അങ്ങനത്തെ ക്ലൈമറ്റാണ്. സോ ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ടീ ബ്രേക്കിന് വേണ്ടി നിർത്തി. സോ നമ്മുടെ നാടൻ പലഹാരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധം അവർക്കും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ട്. ടേസ്റ്റും അതിഗംഭീരമാണ് കേട്ടോ. ഒട്ടുമിക്ക സാധനങ്ങൾ ഞങ്ങൾ ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റുള്ള പലഹാരങ്ങളാണെല്ലാം. അതേപോലെ തന്നെ ബാലി നല്ല പുറമെയുള്ള വിദേശത്തുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്കൊരകത്തൊരു കോഫി വെൻഡിങ് മെഷീൻ കാണും. നമുക്കിഷ്ടമുള്ള ഫ്ലേവർ കോഫി എടുക്കാം. പുറത്ത് പോയി ആ കോഫിയും അത്യാവശ്യം ഫുഡും ഒക്കെ ആയിട്ടിരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങൾ കാണും. സോ ഒരു ചെറിയ ടീ ബ്രേക്ക് എടുത്തു. സോ ഇതാണ് നമ്മൾ പോയ യമഹ NMAX സ്കൂട്ടർ. നിങ്ങൾക്ക് ബാക്കിൽ കാണുന്നൊരു വോൾക്കാനോ ഉണ്ട്. ആ വോൾക്കാനോയുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതാണ് യമഹ NMAX സ്കൂട്ടർ. നല്ല ഇന്ത്യയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നൊരു സ്കൂട്ടറാണ് യമഹ NMAX. ഇത്രയും കംഫർട്ടബിൾ, ഒരു 150-300 കിലോമീറ്ററൊന്നും ഒന്നും ഇല്ലായിരുന്നു അതിനകത്ത്. ഈ ഫാമിലി ആയിട്ട് പോയിട്ട് പോലും നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. സോ എഗെയിൻ ഞങ്ങൾ ഒന്ന് റിഫ്രഷായിട്ട് ഞങ്ങളുടെ യാത്ര പിന്നെയും തുടർന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ കാണുമ്പം സ്കൂട്ടർ ഒന്ന് സൈഡാക്കി ഹോട്ടലിൽ നിന്നുണ്ടാക്കി ചെറിയ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഒരു ചെറിയ റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. സോ ബാലിയിലെ സ്കൂട്ടർ റൈഡ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നു. സോ നമ്മുടെ അടുത്ത ലൊക്കേഷൻ വരുന്നത് ബാലി ഹന്താര ഗേറ്റാണ്. ഫസ്റ്റ് നമ്മൾ പോകുന്ന ഹന്താര ഗേറ്റിലാണ്. സോ ഈ ഇന്തോനേഷ്യയിൽ അവരുടെ ഒരു കൾച്ചർ വെച്ചിട്ട് ഒരു ഗേറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പലയിടത്തും നമുക്കിതുപോലെയുള്ള വലിയ വലിയ ഗേറ്റുകൾ കാണാം. ഇവിടെ ഒരു വലിയ റിസോർട്ട്, ഒരു ഗോൾഫ് ക്ലബിലേക്കുള്ളൊരു ഗേറ്റാണിത്. അപ്പം ഔട്ട്സൈഡ് വേൾഡിൽ നിന്നും പല ക്ഷേത്രങ്ങളെയും കണക്ട് ചെയ്യുന്നത് ഈ ടെമ്പിളാണ്, ഗേറ്റാണെന്നാണ് അവരുടെ വിശ്വാസം. അതുപോലെ ഈ ബാലിയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ഭയങ്കര വലിയ വലിയ ഗേറ്റുകൾ കാണാൻ പറ്റും. ആൾസോ ഒരു വലിയ ഇൻസ്റ്റാഗ്രാം ഫോട്ടോ സ്പോട്ടും കൂടാണ് ഈ ഗേറ്റ്. ബാലിയിലെ തന്നെ ഏറ്റവും മനോഹരമായ, ഏറ്റവും മജസ്റ്റിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അടുത്തത്, ഉളൻദാനു ടെമ്പിൾ. ബെഡഗുൾ എന്ന് പറയുന്ന വലിയൊരു മൗണ്ടൻ്റെ താഴത്തെ ബറാട്ടാൻ എന്ന് പറയുന്ന ഒരു തടാകമുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു 4 ക്ഷേത്രങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു കോംപ്ലക്സാണ് ഈ ഒരു പ്ലേസ്. ഇതിനെ അവരൊരു കംപ്ലീറ്റ് ടൂറിസ്റ്റ് പാക്കേജും വിത്ത് ടെമ്പിൾ എന്നുള്ള കൺസെപ്റ്റാണ് അവിടുത്തത്. നമ്മുടെ ഒരു ഹിന്ദു ക്ഷേത്രവും അതേപോലെ തന്നെ അതിൽ മിക്സ് ചെയ്ത് ബുദ്ധിസ്റ്റ് കൾച്ചർ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ആർക്കിയോളജിക്കൽ സ്റ്റൈലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഒരു 4 ക്ഷേത്രങ്ങളുടെയും കൂടെ ഒരു പാക്കേജാണ് ഈ ഒരു ടെമ്പിൾ കോംപ്ലക്സ്. അവിടുത്തെ ഒരു ലോക്കൽ ട്രൈബ് അവർ തന്നെയാണ് ഈ ക്ഷേത്രം മെയിൻറ്റെയിൻ ചെയ്തത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എവിടെയും നമുക്കൊരു അഴുക്കോ കാര്യങ്ങളോ, എന്നാലും ക്ഷേത്രത്തിൽ വരുന്ന ഒരു റെസ്റ്റോറൻറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷിക്കാം ചിലപ്പം കുറച്ച് കച്ചടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ ധനു എന്ന് പറയുന്നത് ബാലി കൾച്ചറിൽ നദികളുടെയും പുഴകളുടെയൊക്കെ ഉള്ളൊരു ദൈവതയാണ് ധനു എന്ന് പറയുന്നത്. അപ്പം ഈ ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചൊരു ക്ഷേത്രവും ഇതിലുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ളൊരു വലിയ പാർക്ക്, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്.
ലേമോള് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്ത് ഈ ഒരു സ്ഥലത്ത്. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. കാരണം എല്ലാം ഉണ്ട്, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറെ സ്കൂളുകളിൽ നിന്നൊക്കെ, ബാലിനി സ്കൂളുകളിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവിടെ. അവരുടെ ബാലിനീസിൻ്റെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തെ മുണ്ട് പോലെ അവിടെ ഒരു ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ധരിക്കുന്ന ഒരു ഡ്രസ്സാണിത്. ഈവൻ കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവരെ വരെ അവരുടെ ഒരു മെയിൻ ബാലിനീസ് ട്രഡീഷണൽ ഡ്രസ്സാണിത്. അവർ ഒരുപാട് റെസ്പെക്ട് ചെയ്യും. നമ്മൾ ബാലിയിലെ പല അമ്പലങ്ങളും ക്ഷേത്രങ്ങളിലും ഒക്കെ സന്ദർശിക്കാൻ പോകുമ്പോൾ പുറത്തുനിന്ന് നമ്മളെ കൊണ്ട് അവർ ഈ ഡ്രസ്സ് ധരിപ്പിക്കും, എന്നിട്ടേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ പിന്നെ യാത്ര മുമ്പോട്ട് തുടർന്ന് അങ്ങനെ നമ്മുടെ പ്ലാനിലില്ലാത്ത ഒരു സ്ഥലത്ത് ഞങ്ങൾ അവിടെ വെച്ച് കാണാനിടയായി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. ഒരു ലോക്കൽ മാർക്കറ്റാണ്. നമ്മളൊരു പുതിയ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ എപ്പോഴും അവിടുത്തെ ആ നാട്ടിലെ ഗ്രാമങ്ങളും അവിടുത്തെ ഒരു കമ്പോളങ്ങളും ഒക്കെ ആയിരിക്കും നമ്മളെ കൂടുതലും ആ ഒരു പുതിയ നാടുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നത്. സോ ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നി, ഓക്കെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റും അവരുടെ എന്തൊക്കെയാണ് ആ മാർക്കറ്റിലുള്ളത് എല്ലാം ഒന്ന് കണ്ടിരിക്കുക എന്നുള്ളത്. ബാലി ഒരു കംപ്ലീറ്റ്ലി ടൂറിസ്റ്റ് ഡിപ്പെൻഡൻറ്റ് പ്ലേസ് ആണ്. അതും നാച്ചുറൽ ടൂറിസമാണ്. ഞാൻ കണ്ടതിലെല്ലാം കംപ്ലീറ്റ്, ഞാൻ ഏകദേശം ബാലിയുടെ ഒരു 10% എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു 10 ദിവസം കൊണ്ടൊന്നും ബാലി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റില്ല. മിനിമം ഒരു മാസമെങ്കിലും മിനിമം വേണം ബാലിയുടെ എന്തെങ്കിലുമൊക്കെ കണ്ടു തീർക്കണമെങ്കിൽ. കാരണം അവർ എല്ലാം നാച്ചുറൽ പ്ലേസ് ആണ്. നമുക്ക് എവിടെ കണ്ടാലും ഓക്കെ ഇന്ന് അവിടെ ക്യാമ്പ് ചെയ്യാൻ തോന്നും. അങ്ങനത്തെ ഒരു നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അതുകൂടാതെ ആൾക്കാർ അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. Thank you. Thank you. Shukriya. Yeah. അടുത്ത വിസിറ്റ് ചെയ്ത സ്ഥലം ഗിറ്റ്കിറ്റ് എന്ന് പറയുന്ന ട്വിൻ വാട്ടർഫോൾ ആണ്. ആ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ലൊക്കേഷനിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന 2 വാട്ടർഫോൾസ് ആണ്. ഏകദേശം ഒരു 700 മീറ്റർ ഡിഫറൻസ് ആണ് ഈ 2 വാട്ടർഫോൾസിൻ്റെ ഇടയിലുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫോൾസ് ആണ്. ഉറപ്പായിട്ടൊരു ഫോട്ടോഗ്രാഫിക് ലൊക്കേഷനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ബാലിയിൽ ഏതൊരു പ്ലേസിൽ ചെന്നാലും ഗൈഡ്സിന് ഒരു ക്ഷാമവും ഇല്ലാത്ത സ്ഥലമാണ്. ഇഷ്ടംപോലെ ഗൈഡ്സ് നമ്മളോട് ഇങ്ങോട്ട് വന്ന് കോൺടാക്ട് ചെയ്യും, അവരുടെ ചാർജസ് പറയും. ഞങ്ങളും അതുപോലെ ഗിറ്റ്കിറ്റിൽ ചെന്നപ്പോൾ അവിടെയും ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ആദ്യം ഞങ്ങൾ റിജക്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ സ്വയം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അദ്ദേഹം പറഞ്ഞു താഴത്തേക്ക് നല്ല സ്റ്റീപ്പാണ്, കുറച്ച് നടക്കാനുണ്ട്, അപ്പം എനിക്ക് ഇവിടുത്തെ ഏരിയ അറിയാം, ഞാൻ നിങ്ങളെ സഹായിക്കാം, ചാർജസ് വളരെ കുറവാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ചാർജസും പറഞ്ഞു ഏകദേശം നമ്മുടെ ഒരു ഇന്ത്യൻ മണി 70 രൂപ അടുപ്പിച്ചൊക്കെ വരുന്നുള്ളായിരുന്നു. പക്ഷെ അത് പിന്നീട് ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായി. കാരണം അദ്ദേഹത്തിന് ഈ പ്ലേസ് നല്ലപോലെ അറിയായിരുന്നു. കുറച്ച് നേരം അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു അവർ ഗൈഡല്ല, അവർ അവിടുത്തെ ഉള്ളൊരു ലോക്കൽ ട്രൈബിലുള്ള ആൾക്കാരാണ്. അപ്പം അവിടുത്തെ ഒരു ഗവൺമെൻറ് കൊണ്ടുവന്നൊരു പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് എടുക്കുന്ന പ്ലേസ്, അവർ സെലക്ട് ചെയ്യുന്ന പ്ലേസ് അവിടുത്തെ ആ ലോക്കൽ ട്രൈബിനെ തന്നെ അവിടുത്തെ ഓരോരോ സ്റ്റാഫായിട്ട് അവർ അപ്പോയിൻറ്റ് ചെയ്യും. ഈ ലോക്കൽ ട്രൈബ്സ് തന്നെ അവിടുത്തെ മെയിൻ്റനൻസും അവിടുത്തെ ക്ലീൻനെസ്സും കാര്യങ്ങളും എല്ലാം കാത്തു സൂക്ഷിക്കണം. അപ്പം അത് ഈ ടൂറിസത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അവരുടെ ട്രൈബിൻ്റെ വെൽഫെയറിന് വേണ്ടി പോകും. നല്ലൊരു കൺസെപ്റ്റാണത്. അതുകൊണ്ട് തന്നെ എവിടെയും പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ അഴുക്കളോ ഒന്നും കാണാൻ പറ്റില്ല. വെൽ മെയിൻറ്റൈൻഡ് ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിരുന്നു ഈ ഒരു മനുഷ്യൻ. നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പുള്ളി തന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പുള്ളി പോസ് വരെ പറഞ്ഞു തരുമായിരുന്നു, ഇന്ന രീതിയിൽ പോസ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ. നമുക്ക് ആ ഒരു റേറ്റിന് ഭയങ്കര വെർത്തായിരുന്നു. സോ മൈ ബെറ്റർ അഡ്വൈസ്, നിങ്ങൾ എപ്പോഴും നല്ല ഗൈഡ്സിനെ സെലക്ട് ചെയ്യുക. ഒരുപാട് ഉപകാരപ്രദമായിരിക്കും നല്ല ഗൈഡ്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഫസ്റ്റ് ടൈമൊക്കെ ബാലിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ.
സോ ഗിറ്റ്ഗിറ്റിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ വനഗിരി ഹിഡൻ ഹിൽസ് ആണ്. പോകുന്ന വഴിക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി. അവിടുത്തെ ഒരു ഫുഡ് കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെയാണ്. നമ്മൾ കാലൊക്കെ നല്ല ചമ്പ്രം പൂട്ടിയിരുന്ന് നല്ല റിലാക്സ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന ഒന്നാണ്. അവിടെ നിന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ വനഗിരി ഹിഡൻ ഹിൽസ് എത്തി. സോ ഒട്ടുമിക്ക ബാലിയുടെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസും ഈ ഗൂഗിൾ ഫോട്ടോസൊക്കെ എടുത്താൽ നമ്മൾ കാണുന്ന ഒരുപാട് ഫോട്ടോസ് എടുക്കുന്ന ഒരു ലൊക്കേഷനാണ് വനഗിരി ഹിഡൻ ഹിൽ. ഒരു ചെറിയ പാർക്കാണ്. ഫോട്ടോ ലൊക്കേഷനും വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കപ്പിൾസും ഫാമിലി എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു പ്ലേസാണിത്. ഞങ്ങളുടെ അടുത്ത ലൊക്കേഷൻ സെഗുംബൽ വാട്ടർഫോൾസ് ആണ്. ബാലിയിലെ തന്നെ ദ ബിഗ്ഗസ്റ്റ് വാട്ടർഫോൾ. സോ ബാലി വിസിറ്റ് ചെയ്യുന്നവരാരും ഒരിക്കലും മിസ് ചെയ്തുകൂടാത്തൊരു ലൊക്കേഷനാണ് സെഗുംബൽ വാട്ടർഫോൾസ്. നമ്മൾ വാട്ടർഫോൾസ് എത്തുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ ഒരുപാട് രജിസ്ട്രേഷൻ പോയിൻറ്റ്സ് കാണും. ഞങ്ങൾക്ക് നേരത്തെ ഒരു നിർദ്ദേശം കിട്ടിയായിരുന്നു ഇങ്ങനത്തെ രജിസ്ട്രേഷൻ പോയിൻറ്റ്സിൽ പോയിട്ട് ഗൈഡിനെ എടുക്കരുതെന്നൊക്കെ. ബട്ട് ഞങ്ങൾക്ക് ഗിറ്റ്ഗിറ്റിൽ കിട്ടിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയത് കാരണം ഞങ്ങൾ ഒരു ഗൈഡിനെ തന്നെ ഫിക്സ് ചെയ്തു. അദ്ദേഹം ഞങ്ങളുടെ കൂടെ വന്ന ഒരു പയ്യനായിരുന്നു ആശാൻ. അവിടുത്തെ സ്കൂളിൽ പഠിക്കുന്നതാണ്. പുള്ളിക്കാരൻ്റെ ഒരു പാർട്ട് ടൈം ജോബ് കൂടിയാണിത്. സോ ഏകദേശം ഒരു 45 മിനിറ്റ് ഡൗണിലേക്കുള്ള ഒരു യാത്ര. സ്റ്റീപ്പ് താഴത്തേക്ക് ഒരു വർക്കൗട്ട് തന്നെയാണ് ഡൗണിൽ താഴെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ആ ഒരു ഡീപ്പ് ഫോറസ്റ്റിനകത്തൂടെ നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് നടക്കാൻ പറ്റുന്ന ലൊക്കേഷനാണത്. പിന്നെ ഇവൻ അത്യാവശ്യം കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവിടം വരെ അവൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് അവിടം വരെ എത്തിച്ചു. സെഗുംബൽ വാട്ടർഫോൾസ് ഏകദേശം 80 മീറ്റർ പൊക്കത്തിൽ നിന്ന് താഴത്തേക്ക് വീഴുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു 20-25 മീറ്റർ അടുത്തെത്തുമ്പോൾ തന്നെ ഇതിൻ്റെ വാട്ടർ വേപ്പർ കംപ്ലീറ്റ്ലി എയറിൽ പിടിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി നനയും. വല്ലാത്ത വളരെ എൻജോയ് ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അത്. പിന്നെ നമ്മുടെ ഗൈഡ് നമ്മുടെ കൂടെ ഉള്ളത് കാരണം ഒരുപാട് ഫോട്ടോസ് കൂടി നമുക്ക് എടുത്തു തന്നു. ഇത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. ഞങ്ങൾ രാത്രി തിരിച്ച് വീണ്ടും സെൻട്രൽ ബാലി എത്തി. അത്യാവശ്യം ടയേർഡായിരുന്നു. സോ നല്ലൊരു ബിയറൊക്കെ സെലക്ട് ചെയ്ത് ഡേ വൈൻഡ് അപ്പ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. അങ്ങനെ ഞങ്ങളൊരു ലോക്കൽ ഫുഡ് തപ്പി അവിടുത്തെ ചെറിയ തട്ടുകട സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര ക്ലീനായിട്ടും നല്ല ഫാസ്റ്റായിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഞങ്ങൾ ദൂരെ നിന്ന് കണ്ട. അപ്പോൾ വിചാരിച്ചു ഇവിടുത്തെ ഫുഡ് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമ്മുടെ അടുത്ത വീഡിയോ Day 3 ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ.